ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിപ്രഷൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അപ്പം വന്നിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്താണ് ഡിപ്രഷൻ? ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ആഴത്തിലാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വിഷാദ രോഗത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് ക്യാരീസ്, എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് എന്നറിയാം. ഫാമിലിയിൽ ഷെയർ ചെയ്യാനും ഫാമിലിയിൽ ആ സോഷ്യലൈസേഷന് ബോണ്ടിങ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഓരോ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ പറ്റുക? ആരിൽ നിന്ന് മുറിവുണ്ടായോ അവരിൽ നിന്ന് നമുക്കൊരു ക്ഷമ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കിട്ടിയാലല്ലേ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. നന്ദിയുള്ളൊരു ഹൃദയം വരിക എന്നുള്ളത് ഇതിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ജീവിതം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുക. ഈ ഒരു ഡിസ്കഷൻ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഫാദർ ജീൻ ഫെലിക്സ്, വരാപ്പുഴ അതിരൂപത ആശ്വാസ് കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാണ്. അച്ഛാ, വിശുദ്ധ രീതിയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മോടൊപ്പം ഉള്ളത് ടിൻഡു ചേച്ചി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്, എറണാകുളത്ത് വീട്. പിന്നെ പ്രദീപേട്ടൻ, 8 മക്കളാണുള്ളത്, എറണാകുളത്ത് തന്നെ വീട്. അപ്പോൾ ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ അച്ഛാ നേരെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. ഡിപ്രഷൻ എന്താണ് ഡിപ്രഷൻ? ഇപ്പോൾ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. സോ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ടോജോ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡിപ്രഷൻ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിൽ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം പറഞ്ഞ ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അപ്പോൾ വന്നിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്താണ് ഡിപ്രഷൻ? അവർ വെച്ചാൽ നീ അതിൻ്റെ ഡിപ്രഷൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവന് ഡിപ്രഷൻ സ്പെല്ലിംഗ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഇത് അത്രമാത്രം ഉണ്ട് ഈ ഡിപ്രഷൻ എന്ന വാക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ്. കാരണം ഇന്ന് സമൂഹത്തിൽ എല്ലാവരും പറയുന്നൊരു വാക്കാണ് ഡിപ്രഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ കൃത്യമായിട്ടിരുന്ന ഡിപ്രഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഡിപ്രഷൻ നമ്മൾ ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആദ്യം എന്താണ് ഡിപ്രഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഡിപ്രഷൻ എന്ന് അറിയണമെങ്കിൽ വാട്ട് ഈസ് നോട്ട് ഡിപ്രഷൻ എന്ന് ആദ്യം അറിയണം. ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നോക്കിയാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ടെൻഷൻ, പറയുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സ്, ഈ വാക്കുകൾക്കൊക്കെ ഇത്തിരി ഒരു ഫ്ലവറിഷ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഇന്ന് ഡിപ്രഷൻ എന്ന വാക്ക് എല്ലാവരും സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും ഡിപ്രഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഡിപ്രഷനുള്ള ആളുകളായിട്ട് മാറും. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് ക്യാരീസ്, എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് എന്നറിയണം. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ഫീൽഡിലേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്താണ് എന്നുള്ളതിന് നമ്മൾ പോകുന്ന നോംസ് എടുക്കുന്നത് ICD-10 ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 10. ഇനിയിപ്പോൾ 2022 ജാനുവരി 1 ICD-11 ഇറങ്ങും. അപ്പോൾ അതുവരെ അതാണ് ബേസ് ചെയ്യുന്നത്. ഇനി അമേരിക്കൻ ബേസ്ഡ് ആണെങ്കിൽ അതിൻ്റെ തന്നെ സെയിം വേർഷനായിട്ടുള്ള DSM എന്നാണ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ അത് DSM-ൻ്റെ 5 വേർഷനാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ DSM-5 അനുസരിച്ച് അവർ പറയുന്നത് 9 സിംറ്റംസ് ഉണ്ട്. ഈ 9 സിംറ്റംസിൽ 4 സിംറ്റംസ് എങ്കിലും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഡിപ്രസീവ് എപ്പിസോഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ICD-10 ആണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ICD-10 എടുക്കുന്നുണ്ട്, US-ലാണ് കൂടുതലും DSM എടുക്കുന്നത്. അപ്പോൾ ICD-10 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഈ 7 സിംറ്റംസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ 7 സിംറ്റംസിൽ 4 സിംറ്റമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ 4 സിംറ്റം എനിക്ക് വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു പെർട്ടിക്കുലർ പീരീഡ്സ്, ദിവസേ 2 to 3 weeks ആ ഒരു പെർട്ടിക്കുലർ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യണം. തുടർച്ചയായിട്ട് ആ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ആ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഈ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്നു. പിന്നെ വർത്ത്ലെസ്നെസ്, നമ്മുടെ ലൈഫിനെ കൊണ്ട് തന്നെ ഒരു ഉപയോഗമില്ല, മീനിങ് അല്ല, മീനിങ്ലെസ് ആണ്. അപ്പോൾ ലൈഫിൽ മൊത്തം ഒരു മീനിങ്ലെസ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നു. പിന്നീട് വരുന്നതിന് ഫെറ്റീഗ്, നമ്മൾ പറയുന്ന ഒരു എല്ലാത്തിലും ഒരു മന്ദത വരുന്നു. പിന്നെ നമുക്ക് പറയാം ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എവറിത്തിങ്, അപ്പറ്റൈറ്റ്, നമ്മുടെ വിശപ്പില്ലാണ്ടാവുന്നു, ഉറക്കമില്ലാണ്ടാവുന്നു, ഇൻസോംനിയ എന്ന് പറയുന്ന ഉറക്കമില്ലാത്തൊരവസ്ഥ. പിന്നെ മൂഡ് സ്വിങ്സ്, ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് വരുന്നു. ഇതിൻ്റെ കൂടെയും കൂടി നമ്മൾ കാണുന്നതാണ് സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് വരും. പിന്നെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റി, ഇമ്പയർമെൻറ്റ് ഇൻ ഡെയിലി ഫങ്ഷനിങ് എന്ന് പറയും. അതായത് ഓരോ ദിവസം നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ നമ്മുടെ ഹൈജീൻ, പേഴ്സണൽ റുട്ടീൻ, അതൊക്കെ ചെയ്യാണ്ട്, ഇപ്പോൾ കുളിക്കാതിരിക്കുക,
അല്ലെങ്കിൽ ഡ്രസ്സുകൾ മാറാതിരിക്കുക, അങ്ങനെ ഒരു ഡിസോർഡർഡ് ലൈഫിൽ വരുമ്പോൾ ഇങ്ങനത്തെ സിംറ്റംസാണ് അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഇത് ഏതെങ്കിലും ഒരു 4 എണ്ണം പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരിക്കലും ഗൂഗിളിൽ നോക്കിയിട്ട് ഈ സിംറ്റം എനിക്കുണ്ട്, അപ്പോൾ ഈ സിംറ്റം, അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് അതിന് അസസ്മെൻറ്റ്സ് ഉണ്ട്. സോ ലൈക്ക് ബെക്കിൻ്റെ ആരോൺ ബെക്ക് എന്ന് പറയുന്ന ആളുടെ ഡിപ്രഷൻ ഇൻവെൻട്രി ഉണ്ട്. അപ്പോൾ ഈ ഡിപ്രഷനിൽ തന്നെ പല ലെവൽസ് ഉണ്ട്, ഡിപ്രഷനുണ്ട്. അപ്പോൾ ഇതിൽ അവർ പറയുന്നൊരു 7 സ്റ്റേജ് വരെ ഡിപ്രഷൻ്റെ സ്കോറിങ് വരാം. അതായത് ഈ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു 7 സ്റ്റേജ് വരെ ഇതിൻ്റെ ഒരു സ്കോറിങ് വരാം. അതിൽ ആദ്യത്തെ ഫസ്റ്റ് 2 ഒക്കെ ഒരു നോർമൽ ആൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഫോർസേ നേരത്തെ നമ്മൾ അച്ഛൻ ഈ പറയുമ്പോൾ എനിക്ക് മനസ്സിലോട്ട് തോന്നുന്നു, ഇപ്പം നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ, ഇപ്പം ഒരാൾക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു എക്സാം വരുന്നു, അവൻ ഒരു ഫീലിംഗ് ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചിലപ്പോൾ അവൻ വരാം. അവൻ പെട്ടെന്നൊരു സ്ട്രെസ്, ഇപ്പം നമ്മളാണെങ്കിൽ ചിലപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു, നമുക്കൊരു ആ ഒരു സമയത്ത് വരുന്ന ഒരു, അത് ശരിയാണ്. ആ ഒരു ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ പറഞ്ഞ പോലെ ഭയങ്കര അത് കണ്ടിന്യൂസ് ആയിട്ടാകുക, ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ആഴത്തിലാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വിഷാദ രോഗത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് തന്നെ വേറൊരു ഡിപ്രഷൻ്റെ സംഭവമായിട്ട് മാറും. അച്ഛനത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ഇതൊക്കെയാണ് സംഗതി സമ്മതിച്ചു, പക്ഷേ നമുക്ക് എങ്ങനെ ഇതിലേക്കൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തും അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലെ നമ്മളുടെ പഠന സമയങ്ങളിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ സമയങ്ങളിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ചിന്തിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മുടെ കുടുംബങ്ങളിലാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും. എന്തുകൊണ്ട് കുടുംബങ്ങളിൽ ആളുകളെല്ലാം കുടുംബത്ത് താമസിക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സം ഫാമിലി ഉണ്ടാകണം. അപ്പോൾ നമ്മളുടെ ഫാമിലീസിൽ എന്തുകൊണ്ട് ഡിപ്രഷനിലേക്ക് ആളുകൾ പോകുന്നു? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, എനിക്ക് കോവിഡ് സമയത്ത് നമ്മളൊരു വീടിൻ്റെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ഐസൊലേറ്റഡ് റൂമിലേക്ക് മാറി. ശരിക്കും ആ സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കമില്ലായ്മ ഇതെല്ലാം വന്നു. ഞാൻ വിചാരിച്ചത് ഞാൻ ഡിപ്രഷനിലേക്ക് പോയെന്നാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി. എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ കോവിഡ് സമയത്ത് കുട്ടികൾ അനുഭവപ്പെടുന്നത്, ഇപ്പോൾ വീട്ടിലാണേലും ഇവരുടെ ആ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇതെല്ലാം കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫാമിലിയിൽ ഷെയർ ചെയ്യാനും ഫാമിലിയിൽ ആ സോഷ്യലൈസേഷന് ബോണ്ടിങ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഓരോ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ പറ്റുക? ഈ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ആർക്കും ടൈമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല. ശരിക്കും ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും റിലേഷൻഷിപ്പ് തൊട്ട് നമ്മളൊരു ടൈം ഒരു ആക്റ്റീവ് ലിസണിങ്ങിനുള്ളൊരു അല്ലെങ്കിൽ ക്വാളിറ്റി ടൈമിനൊരു ഒരു സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൊബൈലിൽ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടുള്ള ലിസണിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലും നമ്മൾ ഈ സാധനത്തിലേ ഉള്ളൂ, നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സംഭവത്തിലാണെങ്കിലും ആ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ശരിക്കും നമുക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുത്തും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ കുറഞ്ഞത് പലപ്പോഴും ഒരു സ്ട്രെസ്ഡ് ആവാനുള്ളൊരു സാധ്യതയെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇഷ്യൂ വന്നാൽ എൻ്റെ പേരൻസിനോട് എനിക്ക് പറയാൻ പറ്റുമെന്നൊരു ട്രസ്റ്റ് അവരിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്തരം ചില കാര്യങ്ങൾ വിഷാദ രോഗത്തിലേക്ക് പിന്നീട് വഴുതി വീഴാം. അതുപോലെ ഇപ്പോഴും നമ്മൾ വിവാഹം കഴിച്ചു ഇത്ര വർഷങ്ങളായി, പക്ഷേ ഒരു നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് നല്ലൊരു ഒബ്സർവേഷൻ നമുക്കാർക്കും പലപ്പോഴും മിസ്സാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ, ഇപ്പം അച്ഛൻ ആദ്യമേ കുറേ സിംറ്റംസ് പറഞ്ഞു. ഇപ്പം നമ്മുടെ കുട്ടി കുറേ നാളുകളായിട്ട് ഇപ്പം കുറച്ച് വർത്തമാനമൊക്കെ കുറഞ്ഞു, അല്ലെങ്കിൽ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല ഇത് കാണിക്കുന്നു, അല്ലെ വൈഫിനിപ്പോൾ എന്താ പറയുക ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടിയിരിക്കുന്നു, ഹസ്ബൻഡിനിപ്പം കൂടുതലും ഇതിൽ തന്നെയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മേ ബി പോൺ അഡിക്ഷൻ പോലത്തെ സംഭവത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഗെയിം അഡിക്ഷനിലോട്ടോ ഒക്കെയാണോ പോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ ഇല്ലായ്മ പലപ്പോഴും നേരത്തെ ഈ സംഗതികൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് ചിലപ്പോൾ വളരെ ഒരു സിവിയർ ലെവലിലായിട്ട് അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കുട്ടി കാണിക്കുന്ന സമയത്തായിരിക്കും അയ്യോ ഇത് ഡിപ്രഷനാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ലിസണിങ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബോത്ത് നമ്മളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ബാക്കിയുള്ള എൽഡർ വൺസ് നമ്മളുടെ വീട്ടിലുള്ളവരുമായിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരം ചില കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു 2 പോയിന്റ്സ് ഇപ്പോൾ ടിൻഡുവിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ആക്റ്റീവ് ലിസണിങ് ഇപ്പോൾ
ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം എടുക്കുമ്പോൾ ഈ ലിസ്ണിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ മൊബൈൽ ചെയ്തുകൊണ്ട് നമ്മൾ പാരലായിട്ട് വേറെ ഇതിൽ എൻഗേജ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ ലിസ്ണിങ്ങിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ലിസ്ണിങ്ങിൽ വി ലിസൺ ടു റെസ്പോണ്ട് ദാൻ വി ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. ഒരാൾ കേൾക്കുന്നത് അതിനെന്ത് മറുപടി കൊടുക്കാമെന്നാണ് ഒരു കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിംഗ് കേസുകളിൽ എപ്പോഴും എടുക്കുമ്പോഴും ഈ കമ്മ്യൂണിക്കേഷനിൽ വന്നേക്കുന്ന വലിയൊരു അപജയം ഇതാണ്. അത് ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ യു ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി അയാൾ എന്തോ കാര്യം പറഞ്ഞു, ഞാൻ മറുപടി കൊടുത്തു, കാര്യം കഴിഞ്ഞു. പക്ഷേ അയാൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് വലിയൊരു ഫെയിലിയറായിട്ട് വരുന്നു. ഇതിപ്പോൾ അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പേരൻസും കുട്ടികളും തമ്മിൽ കൃത്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം കുട്ടികൾ ഒബ്വിയസ്ലി ഇപ്പോൾ കൂടുതലും സോഷ്യൽ അഡിക്ഷൻ എന്ന രീതിയിലേക്കാണ്. അപ്പോൾ അവർ കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പാരൻസായിട്ട് കാര്യങ്ങൾ പറയുന്നു, ഈ ഗ്യാപ്പ് വരുന്നു. അവർ പറയുന്നു, പാരലായിട്ട് അവരിങ്ങനെ മെക്കാനിക്കലായിട്ട് മറുപടി കൊടുക്കുന്നു. പക്ഷേ ദേ ഡോണ്ട് ലിസൺ. ഇൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഓൾസോ നമുക്കിത് കാണാൻ പറ്റും. നേരത്തെ എനിക്ക് സെക്കൻഡ് പോയിന്റിൽ പ്രദീപ് പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ, കോവിഡിൻ്റെ സമയത്ത് കുറച്ച് ദിവസങ്ങൾ ഉറക്കമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഒത്തിരി ആദ്യത്തെ 4 ദിവസം എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ടെറർ ഫീൽ ആയിരുന്നു. രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റുന്നത് ആലോചിച്ച് നോക്കിയാൽ ഫോൺ ചെയ്ത് ആരെങ്കിലും വിളിക്കാൻ പറ്റില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും രാത്രിയാകുമ്പോൾ ഭയമായിരുന്നു, ഈ രാത്രി എങ്ങനെ കഴിച്ച് വിടും എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതൊരു ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടെത്തിയ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഈ പോയിന്റ് നേരത്തെ ഉള്ളതാണ്. അതായത് കോവിഡ് വന്നവർക്ക് പോസ്റ്റ് കോവിഡ് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അത് 1.5 months to 3 months അത് ലാസ്റ്റ് ചെയ്യാം. എന്തൊക്കെ സിംറ്റംസ് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ, ഇപ്പം നേരത്തെ പറഞ്ഞതിൽ ആ ഒരു സിംറ്റം ഉണ്ടായിരുന്നു. ഈ ഉറക്കമില്ലായ്മ വരുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടുന്നു. ഇതിനെയൊക്കെ നമ്മൾ വേറൊരു കാറ്റഗറി ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണത് വരുന്നത്. അപ്പോൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ്. ഒത്തിരി പേർക്ക് ഇങ്ങനെ കോവിഡ് വന്നവർക്ക് ഇങ്ങനെ ഈ തലത്തിൽ ഈ ഒരു 1.5 മാസത്തോളം ഇത് പതിയെ കുറഞ്ഞു വരും. പിന്നീട് അവർക്ക് അതിൽ നിന്ന് ഉറക്കം പതിയെ വന്നുകൊണ്ടിരിക്കും. പതിയെ ആ ഒരു മേഖലയിലേക്ക് അവർ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. പക്ഷെ അത് തിരിച്ചു വരുന്നില്ല. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങൾ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഈ തലവേദന, ചിലവർക്ക് ഭയങ്കര തലവേദന, ചിലവർക്ക് പേഴ്സണാലിറ്റി ചേഞ്ചും കാണുന്നുണ്ട്. അതായത് ഈ വളരെ കാമായിട്ടും കൂളായിട്ടും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. ചെറിയ കാര്യങ്ങൾ മതി അവർ. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇയാൾ ബിഹേവ് ചെയ്ത് വെച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് വരെയൊക്കെ ഈ ഒരു പോസ്റ്റ് കോവിഡ് സിംറ്റംസിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ശരിക്കും അത് PTSD എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതൊരു സ്ട്രെസ്സായിട്ട് വരുന്നു, അത് ട്രിഗർ ചെയ്യുന്നു, ട്രൗമയായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരുന്ന കുറേ സിംറ്റംസ് ആണ്. അത് പലരും ഡിപ്രഷൻ എന്ന രീതിയിലേക്ക് അഗെയിൻ കൺക്ലൂഡ് ചെയ്യുന്നു. അതെ അത് ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ കുറേ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ആ ഒരു ആശ്രയത്വ ബോധമുള്ള ഒരു ജീവിത ശൈലി നമ്മൾ കുടുംബത്ത് നമ്മൾ എന്താ പറയുക പാകപ്പെടുത്തുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇപ്പം നമ്മളിപ്പം ദൈവവചനത്തിൽ ആശ്രയിച്ചു. ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ്, ഇപ്പം ഈ ടെൻഷൻ നിനക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നീ അതിനൊന്ന് കാം, അതിൽ അവയർനെസ് ആയി കഴിഞ്ഞിട്ട് നിനക്കൊരു പറ്റുന്നൊരു ദൈവവചനം എടുക്കുക. ഈ വചനം നീ ഇപ്പം നമുക്കറിയാം ഇഷ്ടംപോലെ ദൈവവചനങ്ങളുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, വിജയം നൽകുന്നത് കർത്താവാണ്. ഈ വചനം നീ മാക്സിമം നീ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ സിറ്റുവേഷൻ സ്ട്രെസ്ഡ് ആവുന്നു അവിടെ ഈ പറഞ്ഞ സ്റ്റോപ്പ് ടെക്നിക്ക് പോലെ, അതായത് തോട്ട് സ്റ്റോപ്പ് നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ടെക്നിക്ക് പോലെ അവിടെ ഒരു സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം നിനക്ക് ഈ വചനം റിപ്പീറ്റ്. അപ്പം ബാക്കിയുള്ള മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെക്കാളും വാക്കുകളെക്കാളും ഇത് മാംസം ധരിക്കുമ്പോഴത്തേക്കിന് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വലുതാണ്. അവൻ്റെ ബ്രെയിനിൽ അത് ഇതാവുകയാണ്, എന്താ പറയുക, സ്റ്റാമ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു പലപ്പോഴും ഈ ചില സിംറ്റംസ്, ഇപ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നു, അല്ലെ ഈ സിംറ്റംസ് ഒക്കെ കുറേ 4 അധികവും 2 ആഴ്ചയിലധികമൊക്കെ ഇതേ സംഭവം വരുന്ന സമയത്ത് ഈ ദൈവവചനം നമ്മൾ 2 ആഴ്ച 3 ആഴ്ച നമ്മൾ സെയിം വരുന്ന സമയങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഡ് സംഭവത്തിനെ നമുക്ക്
ഇതുകൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ എനിക്ക് തോന്നുന്നു കുദാശകളിലുള്ള ഒരു അതൊക്കെ ഒന്ന് അച്ഛനൊന്ന് പറയുമായിരുന്നെങ്കിൽ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു ക്ലയൻറ്റിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഒബ്വിയസ്ലി ഐഡൻറ്റിറ്റി ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ലല്ലോ. ഈ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിശ്വാസിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലമാണ് വന്നത്. പിന്നീട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം ലോസ്റ്റായി, ഇനി ജീവിതമേ ഇല്ല എന്ന രീതിയിൽ ഒരു ഹോപ്പ്ലെസ്നെസ്സിലേക്ക് വരുന്നു. ഉറക്കമില്ല, ഭക്ഷണമില്ല. അപ്പോൾ ഈ ഡിപ്രസീവ് എപ്പിസോഡ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അത് ഡിപ്രഷനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇദ്ദേഹം ഗൂഗിൾ വഴി ഡിപ്രഷനും ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് സെൽഫായിട്ട് അസസ്മെൻ്റ് ഒക്കെ നടത്തി. ഈവൻ ടു ദ എക്സ്റ്റെൻറ്റ് ഗൂഗിളിൽ കാണിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ഡിപ്രഷനുള്ള മരുന്ന് വരെ ഇദ്ദേഹം മേടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് മേടിച്ച് കഴിച്ച് അതിന് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴുള്ളൊരു ഏറ്റവും വലിയ നമ്മുടെ ഒരു നമുക്കൊരുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദൈവത്തോട് ദേഷ്യമായിരിക്കും. കാരണം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ഈ വളരെ നല്ല രീതിയിൽ ജീവിച്ച ആളാണ്. മീൻസ് ചേർച്ച് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇൻവോൾവ് ആയിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പറഞ്ഞത് അച്ഛൻ ഞാൻ ഇതിൽ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഉണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് ഇങ്ങനെ വന്നു. സോ ഓട്ടോമാറ്റിക്കലി ഈ ആങ്കർ നമ്മളോട് തന്നെ ദേഷ്യം വരും, നമ്മുടെ ജീവിതത്തോട് ദേഷ്യം വരും. ഒബ്വിയസ്ലി എനിക്ക് എന്നോട് ദേഷ്യം വരുമ്പോൾ എനിക്ക് ഈ ജീവിതം തന്ന ദൈവത്തോട് ദേഷ്യം വരും. സോ ആങ്കർ ടേൺഡ് ഇൻവേർഡ്സ് എന്ന സിറ്റുവേഷനാണ്. അത് പിന്നെ ആ ലൈഫ് തന്ന ദൈവത്തോട് വരും. അപ്പോൾ ഇദ്ദേഹത്തോട് നമ്മളിരുത്തി ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിലേക്ക് ആ സമയത്ത് അവരെ കൊണ്ടുവരാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷേ അതവിടെ ഉണ്ട്, കാരണം ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത് അവർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആവുക. അതിനുശേഷം അവർക്ക് അദ്ദേഹത്തിന് ഞാൻ ചെയ്യുന്ന ചില എക്സസൈസസ്, അതായത് ഇപ്പോൾ നേരത്തെ ഒരു വചനമാണ് പറഞ്ഞു, ഞാൻ ബൈബിളിൽ നിന്നുള്ള ഹീലിംഗ് ആയിട്ടുള്ള ഈശോ സൗഖ്യം കൊടുക്കുന്ന എല്ലാം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു സംശയം, ഇപ്പം ഒരാൾക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരു മുറിവുണ്ടായി, അപ്പം നമ്മളിപ്പം പ്രാർത്ഥിച്ചു, പക്ഷെ എന്നാൽ പോലും ആരിൽ നിന്ന് മുറിവുണ്ടായോ അവരിൽ നിന്ന് നമുക്കൊരു ക്ഷമ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കിട്ടിയാലല്ലേ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. വെരി ട്രൂ, വെരി ട്രൂ. ഈ ഫൊഗീവ്നെസ്, ഞാൻ അതിലേക്ക് വരാൻ പോവുമായിരുന്നു. താങ്ക് യു മീനു. ഓക്കെ, ഫൊഗീവ്നെസ് എന്ന് പറയുന്ന എലമെൻ്റാണ് ഞാനിവിടെ ഇദ്ദേഹത്തിൽ കൊടുത്തത്. കാരണം നമ്മൾ പറയും ഫൊഗീവ്നെസ് ഈസ് നോട്ട് ഫോർ ദ പേഴ്സൺ ടു ഹൂം ടു ഫൊഗീവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ പേഴ്സൺ ഹു ഫൊഗീവ്സ്, ടു ലെറ്റ് ഗോ. നമ്മുടെ റിസൻമെൻറ്റ്, ആങ്കർ, ആ ഒരു ഇൻസിഡൻറ്റ് നടന്നുപോയി. പക്ഷെ അതിൻ്റെ ബേസിൽ നമ്മൾ കൊണ്ടുവരുന്ന ഗ്രഡ്ജസ്, പിന്നെ റൂമിനേഷൻ എന്ന് പറയും, നമ്മൾ ആ തോട്ടെടുത്ത് വീണ്ടും എടുത്ത് മനസ്സിലിട്ടിട്ട് ആ വ്യക്തി ഇതൊന്നും അറിയാണ്ട് ജീവിക്കുന്നുണ്ടാവും. ആ വ്യക്തി കീപ് മൂവിങ്, പക്ഷെ നമ്മൾ അവിടുത്തെ സ്റ്റക്കായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ഫൊഗീവ്നെസ്സിലേക്ക് വരണം. മിനു പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ അദ്ദേഹത്തെ അതിൽ നിന്ന് ഈ ഹീലിംഗ്, ആ ഒരു ഈശോ നൽകിയ സൗഖ്യത്തിനെല്ലാം വായിക്കാൻ പറഞ്ഞു. സൗഖ്യത്തിൻ്റെ എപ്പിസോഡ്സ്, ഹീലിംഗ് എപ്പിസോഡ്സ് ഇൻ ദ ഗോസ്പൽസ്, അവിടെയൊക്കെ ഈശോ എവിടെയൊക്കെ സൗഖ്യം കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ ആർക്കാണ് സൗഖ്യം കിട്ടുന്നത് അവരോട് ഈശോ ചോദിച്ചിട്ടുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. അത് കഴിയുമ്പോൾ അവരുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. നിൻ്റെ വിശ്വാസം വളരെ വലുതാണ്, പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം മൂലം നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ അക്നോളജ് ചെയ്യുന്നുണ്ട് ഈശോ. അപ്പോൾ അതിനു വേണ്ടി തന്നെയായിരുന്നു ഇദ്ദേഹത്തെ കൊണ്ട് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ് അതിലേക്ക് വന്നു. പിന്നെ ആ ഒരു ഇത് വിട്ടുകൊടുക്കാറായി. അപ്പോൾ അദ്ദേഹത്തിന് ഹീലിംഗ് വരുന്നു. പിന്നെ കുറച്ച് മെഡിറ്റേഷൻ, യോഗ, അങ്ങനെ ഇപ്പോൾ ബാക്ക് ടു നോർമൽ, വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അച്ഛൻ ഈ ഫോർഗീവ്നെസ്സിനെ പറ്റി പറഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം വരിക എന്നുള്ളത് ഇതിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക് യു നോട്ട് എഴുതാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ്. അതിപ്പോൾ ഈ താങ്ക് യു ഫാദർ ടെക്നിക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ടെക്നിക്ക്, ഇപ്പം താങ്ക് യു നോട്ട് എഴുതുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. ജേർണലിങ് ഒരു വൺ ഓഫ് ദ എക്സലൻ്റ് ഒരു മെത്തേഡാണ് ശരിക്കും പറയുക. നമ്മുടെ ഈ സ്ട്രെസ് റിഡക്ഷൻ സംഭവം നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ദിവസം നമുക്ക് കിട്ടിയൊരു 3 കാര്യങ്ങളെങ്കിൽ നമ്മൾ ഓർക്കുക. നമുക്ക് വേറെ ഒന്നും വേണം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളൊരു പൂവിനെ കണ്ടു, എത്ര സൗന്ദര്യമുള്ളൊരു പൂവിനെ എനിക്ക് കാണാൻ പറ്റി അന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ദൈവമേ നന്ദി, ഈ കാഴ്ച എന്നെ കാണിച്ചതിന്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്, ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്കും, നന്മകളെന്ന് നമ്മൾക്കിപ്പോൾ പറയാം, അത് ഒരു ആദ്യത്തെ സ്റ്റേജിൽ ചിലപ്പോൾ നന്മകൾക്ക് മാത്രമേ നന്ദി പറയാനായിട്ട് പറ്റുള്ളായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു പ്രശ്നങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് തുടങ്ങുമായിരിക്കും. അപ്പം താങ്ക് യു. ഇപ്പം ഇതിൻ്റെ കാര്യം, ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ എക്സ്പീരിയൻസസ് വല്ലതും ചേട്ടൻ്റെ? നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിലും തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം എന്നിരുന്നാലും ആ തീരുമാനം എടുത്തു കഴിയുമ്പം ഇത് തെറ്റിപ്പോയി കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ, അപ്പോൾ കൂടുതലായിട്ട് അതെല്ലാം ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരാറുണ്ട്. ഇന്ന് പല കാര്യങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണേലും വീട്ടിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണേലും
എടുക്കാനായിട്ട് അനുഭവിക്കുന്ന സ്ട്രെസ്സ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉള്ളൊരു ഫീല്, അതിന് തീർച്ചയായിട്ടും നമ്മുടെ കൂദാശകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ദിവ്യകാരണത്തിന് മുന്നിലാണെങ്കിലും ചിലപ്പം ഞങ്ങൾക്കൊക്കെയാണ് തെറ്റ് പറ്റിയാലും ആശ്വസിക്കുമോ, ഈശ്വരൻ എന്തായാലും പറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ചിലപ്പോൾ കാണും. അല്ല, ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ സ്വർഗത്തിൻ്റെ സഹായം എപ്പോഴും നേടുന്നത് നമുക്ക് ഒത്തിരി ബലം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് പിതാവായ ഒരു ദൈവമുണ്ട്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിലുള്ള എല്ലാവരുടെയും കാവൽ മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. അപ്പം വലിയൊരു ഇറ്റേണൽ ഒരു സൈന്യം തന്നെ നമുക്ക് വേണ്ടിയുണ്ട്. അപ്പം അത് നമ്മൾ ശരിക്കും പ്രത്യേകിച്ചും കത്തോലിക്കരായിട്ടുള്ളവരുടെ ഒരു വല്ലാത്തൊരു അവകാശമാണത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയും ചെയ്യും. നമുക്കൊരു വിഷയം വരുമ്പോഴത്തേന് ആ വിഷയത്തിലേക്ക് നമ്മൾ കാര്യമായിട്ട് അങ്ങ് പ്രശ്നത്തിലേക്ക് നോക്കുന്നു, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പോലും നിൽക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ വിശുദ്ധരുടെയും മാലാഖമാരുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഒക്കെ മാധ്യസ്ഥ സഹായം തേടിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഓവർകം ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് നമ്മുടെ സോഷ്യൽ സർക്കിൾ അത്ര വലുതാണ്. അതെ, ഇത്രയും ഒരു ടീമിൻ്റെ ഒരു വലിയ ബലം നമുക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും മറന്നു പോകും പലപ്പോഴും. ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്ന് നമുക്ക് പറ്റുന്നില്ല, അല്ല നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരുന്നു എന്ന് പറയുമ്പോഴാണെങ്കിലും ഓടിപ്പോയി തൊട്ടപ്പുറത്തുള്ളൊരു ചാപ്പലിൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു ചാപ്പലിൽ പോയി അവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ഉറങ്ങിയാലും മതി, അല്ലേ? അവിടെ ഇരുന്ന് നീ ഉറങ്ങിക്കോ, അല്ലെ അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് കരഞ്ഞോ, ഒന്നും പറയണ്ട. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും അത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങും അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. നമുക്കിപ്പം ഇതുപോലെ നമ്മൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെയോ ഒക്കെ നമ്മൾ സമീപിക്കുക. പക്ഷേ അതുപോലെ തന്നെ, കാരണം ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ജീവിതമാണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നിരാശ വരുന്നൊരവസ്ഥയാണ്. അപ്പം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്, റോമ 5:5. അപ്പം ഈ പ്രത്യാശ നമുക്ക് തരുന്നത് ശരിക്കും നമ്മൾ സ്വർഗത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പം ഏത് തന്നെ സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് ഈ ഒരു പ്രത്യാശയിലായിരുന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളൊരു തെറാപ്പിസ്റ്റിന് എടുക്കലാണ് പോകുന്നെങ്കിൽ പോലും ആ തെറാപ്പിസ്റ്റ് വഴി നമുക്ക് നന്മ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ദൈവത്തിൻ്റെ ആ ഒരു സഹായം കൂടി തന്നെയാണ്. അതാണ് അങ്ങനെ കൂടുതൽ നന്നായിട്ട് എഫക്റ്റീവ് ആകുക എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയേക്കുന്ന ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഈശോയാണ്. ഈശോ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എടുത്താൽ മതിയല്ലോ. അവൻ ഡൗൺ ടു എർത്താണ്. മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഈശോ എല്ലാം പറഞ്ഞേക്കണേ. അതുകൊണ്ട് തന്നെ ഈശോൻ്റെ വചനങ്ങൾ ഒന്നും എയറിലല്ല, എല്ലാം നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ഈ മർത്തയുടെയും മറിയത്തിൻ്റെയും കാര്യം പറയുമ്പോൾ ഈശോ വചനം പറയുന്നുണ്ടല്ലോ, മറിയം നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അതായത് പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയാവാതെ മർത്ത അതാ ചെയ്തേ, പക്ഷേ മറിയം ഈശോൻ്റെ പാദാന്തികത്തിൽ വന്നിരുന്നു. എന്നത് ദിവ്യകാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്രോതസ്സ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ശക്തിപ്പെടുത്തുന്ന കൂദാശയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലായാലും, കാരണം ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ജീവിതം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുക, ആ കുർബാനയിൽ ശക്തി സ്വീകരിക്കുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഗ്രേസ്, നമ്മൾ പറയില്ലേ പ്രസാദപരം. ആ ഒരു പ്രസാദപര അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചെറുതായി വരും. അപ്പോൾ പറയും നിനക്കെൻ്റെ കൃപ മതി, വേറെ ഒന്നും വേണ്ട, നിനക്കെൻ്റെ കൃപ മതി എന്നൊരു ജീവിതത്തിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ വെൻ വി ലീഡ് എ ലൈഫ് ഓഫ് ഗ്രേസ്, കൃപയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈശോണ് ഏറ്റവും വലിയ വൈദ്യനും. ഈശോ തൊട്ട് സുഖമാകാത്ത സുഖം എന്തായല്ലേ. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് വന്ന പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ നെഗറ്റീവ് സിറ്റുവേഷനാണ് നമുക്ക് വരുന്നതെങ്കിലും നമ്മൾ പോയി ദൈവത്തിൻ്റെ മുന്നിൽ നന്ദി പറയുന്ന ഒരു ജീവിതം നമ്മൾ. അപ്പോൾ നമ്മുടെ മക്കളത് കാണും, അവരും നാളെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൈ നിൽക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അന്ന് അപ്പനും അമ്മയും ചെയ്ത് അവർ തന്നെ അവർ തിരിച്ചു പോകും എന്നുള്ളതാണ് അതിനകത്തൊരു. അപ്പോൾ എന്തായാലും നമ്മൾ വലിയ രീതിയിൽ സംസാരിച്ചു ഈ ടോപ്പിക്കിനെ കുറിച്ച്. എന്തായാലും കുറച്ചും കൂടി ഇനിയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് സംസാരിക്കണമെന്ന്. പക്ഷെ എന്നാലും നമുക്ക് എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും. നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അന്ധനായ ബർത്തമേയൂസ് അങ്ങയെ സമീപിക്കുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഈശോ. അവന് യാചനയിലാണ്, യാചിക്കുകയാണ്. വേണമെങ്കിൽ അവന് കുറേ പണം ചോദിക്കാമായിരുന്നു. തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവന്
സുഖലോലുപമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ കാഴ്ചയില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷെ അവൻ ചോദിക്കുന്നു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. സ്നേഹിച്ചോയെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും വിഷാദരോഗം ഉണ്ട് എന്ന് സംശയിക്കുന്നവരും വിഷാദരോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോയിട്ടുമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങാണല്ലോ ഏറ്റവും വലിയ വൈദ്യൻ. അങ്ങ് തൊട്ടാൽ എല്ലാം സൗഖ്യമാകും, സുഖമാക്കപ്പെടും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരിലും അങ്ങയുടെ കരസ്പർശത്താൽ സൗഖ്യം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ സഹായം ഞങ്ങളുടെ എല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ. ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങളെ നയിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായി കുദാശ വചനങ്ങളിലും കുദാശയിലും അധിഷ്ഠിതമായി പ്രസാദവരത്തിലുള്ള ജീവിതം നയിക്കാനും ആ പ്രസാദവരം വഴി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ ആകുലതകളെയും ഉത്കണ്ഠകളെയും എല്ലാം തരണം ചെയ്യാനുള്ള കൃപ നൽകി അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് നന്ദി വെച്ചാൽ താങ്ക് യു വെരി മച്ച് ടിൻറ്റു ചേച്ചി, പ്രതിഭേട്ട. അപ്പോൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇത് കാണുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഓർ കൺസേൺസ്, ഇഫ് യു ഹാവ് എനിത്തിങ്, യു ക്യാൻ കോൺടാക്ട് ദി ഏഞ്ചൽസ് ആർമി ഫോൺ ബൈ 0484 2955 880. അതല്ല ഇമെയിൽ വഴി അയക്കാനാണെങ്കിൽ info@angelsarmy.in. താങ്ക് യു.